അപ്പൊ ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, സോറി, അങ്ങനെ ഒരു വാക്കേ ആദമാവ പറയുന്നില്ല. സഹിക്കുന്നത് കാണുമ്പോഴോ അല്ലെ ഞാൻ എന്റെ പാപത്തിൽ കിടന്ന് അല്ലെ ബ്രോക്കൺനെസ്സിൽ കിടന്ന് നരകിക്കുന്ന കാണുമ്പോ അയാൾ എടുക്കുന്ന ഒരു ആക്ഷൻ, അതാണ് കരുണ. അല്ലെ നമ്മള് നമ്മൾ വീഴുന്നതിലല്ല. ഞാൻ എപ്പോ വീണാലും അത് എത്ര വലിയ പാപമാണെങ്കിലും പെട്ടെന്ന് എനിക്കൊന്ന് എഴുന്നേറ്റിട്ട് എന്റെ ഈശോയെ നോക്കി, ഈശോ സോറി പറ്റിപ്പോയി. ആകെപ്പാടെ അയാൾ മരിക്കുന്നതിന് കുറച്ച് മുമ്പ് കുരിശിൽ കിടന്ന് ഈശോയോട് പറഞ്ഞു, എന്നെ ഓർക്കണേന്ന് പറഞ്ഞു. അതായത് അയാൾ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ടും അയാൾക്ക് ലാസ്റ്റ് മിനിറ്റ് ഈശോയോട് ചോദിക്കാൻ തോന്നി, എന്നെ ഓർക്കണേ. ഈശോയുടെ ഒരു പ്രസൻസ് മതി നമുക്ക് ആ ഒരു ശരണം വെക്കാനും ഈശോയുടെ കരുണ ചൊരിയാനും. ഇന്ന് നമുക്ക് അതിനുവേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോ എനിക്കറിയാം നീ അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ വീണു പോകുമ്പോഴും അല്ലെങ്കിൽ ഞാൻ നിരാശയിലായിരിക്കുമ്പോഴും എന്റെ ഈ ഭയങ്കര ഒരു തകർന്നു കിടക്കുന്ന അവസ്ഥയിലും നീ ഉണ്ട്, എനിക്ക് നിന്റെ അടുത്ത് വരാൻ പറ്റും. ഞാൻ എത്ര ചെളിപ്പുരണ്ട അവസ്ഥയിലാണെങ്കിലും പുള്ളി വളരെ സമാധാനത്തോടെ പുള്ളി ഇപ്പൊ ജീവിക്കുന്നു. പുള്ളിക്ക് ഒരു ആന്റി ഡിപ്രസന്റ്, ഒരു സിംഗിൾ മെഡിസിൻ പോലും പുള്ളി 6 മാസമായിട്ട് എടുക്കുന്നില്ല. ബാക്കി ഈശോ പിടിച്ചങ്ങോട്ട് കയറ്റി ഉയർത്തും നമ്മളെ. നമ്മുടെ ജീവിതം തന്നെ ഈശോ മാറ്റിമറിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ അങ്ങനെ വലിയ ഷെയറിംഗ് ഒന്നും അധികം ചെയ്തിട്ടില്ല. അപ്പൊ എന്താ പറയുന്നത്, എനിക്ക് അതിന്റെ ഇച്ചിരി ടെൻഷനുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ എന്റെ ലൈഫിൽ ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും ഇപ്പൊ എനിക്ക് എന്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ചിലർക്കുണ്ടല്ലോ ഇപ്പൊ ഒരു മൊമെന്റ് ഭയങ്കര എന്താ പറയാ ഭയങ്കര അത്ഭുതം, എല്ലാം മാറ്റിമറിച്ച ഒരു നിമിഷം. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ല. പക്ഷെ കുറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പിന്നെ ഞാൻ വായിച്ചതോ അല്ലെങ്കിൽ കേട്ടതോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതായിരിക്കാം. ആം, ഇപ്പൊ ഡാനിലച്ച അങ്ങനെ ടോക്കുകളോ അല്ലെ കുറെ സാധനം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഓൾറെഡി നമ്മുടെ വചനം ഡിസ്കഷനിലൊക്കെ കേൾക്കുന്നില്ല. ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് എന്നാ പറയുന്നത്, ദൈവാനുഗ്രഹത്താൽ എന്റെ ഫാമിലി, ഞാൻ ജനിച്ച എന്റെ പേരൻസ് ഒക്കെ അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന പേരൻസ്. അപ്പം ഡിഫോൾട്ട് ആയിട്ട് ഇപ്പൊ നമ്മൾ പള്ളിയിൽ പോവാ അല്ലെങ്കിൽ കൊന്ത അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരു കുറെ കാലം മുമ്പ് വരെയും എന്റെ എന്നാ പറയുന്നത് നമ്മള് ഒരു ഒരു എന്നാ മോറൽ കോമ്പസ് അതിനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാക്ടർ എന്നാ പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു പേടിയെന്നല്ല, ഒരു എന്നാ പറയുന്നത് ഫിയർ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഓക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചാലാണ് നല്ലത്, അല്ലെ ഇങ്ങനെ ചെയ്താലേ എനിക്ക് നല്ലത് വരത്തുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഉടനെ ചിന്ത പോകുന്ന, ഓ ഞാൻ എന്തോ തെറ്റ് ചെയ്തു അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നെ എനിക്ക് പിതാവായ ദൈവത്തിനെ കുറിച്ച് എന്റെ ഒരു മൈൻഡിൽ ഉണ്ടായിരുന്ന ഇച്ചിരിയും കൂടി ഒരു സ്ട്രിക്റ്റ് ആള്. നമ്മൾ പടമൊക്കെ കാണുമ്പോൾ കുഞ്ഞിലോട്ട് ഇങ്ങനെ താടിയൊക്കെ ആയിട്ട് അപ്പൊ ഇച്ചിരിയും കൂടി ഒരു വെയിറ്റ് ഇട്ട് നടക്കുന്ന ഒരാൾ. ഈശോ ഇച്ചിരിയും കൂടെ ഒരു ഫ്രണ്ട്ലി, അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷെ ബൈബിളൊക്കെ ഇച്ചിരി ഇങ്ങനെ എന്നാ പറയുക വായിച്ചു തുടങ്ങാൻ പിന്നെ നമ്മൾ ഇങ്ങനെ പറയല്ലോ പഴയ നിയമത്തില് ദൈവം ഇങ്ങനെ ഭയങ്കര ശിക്ഷിക്കുന്ന ദൈവം, ക്രോധം, അങ്ങനത്തെയൊക്കെ ഒരു പിക്ചറാണല്ലോ പൊതുവെ നമ്മൾ പെയിന്റ് ചെയ്യാറ്. പക്ഷെ ഇങ്ങനെ ബൈബിൾ വായിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് എന്നാ പറയുന്നത് ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു. എന്നാന്ന് വെച്ചാൽ ഇപ്പൊ ഫസ്റ്റ് ഇൻസ്റ്റന്റ് തൊട്ട് ഇപ്പം എന്നാ ഉൽപ്പത്തി 3-ാമത്തെ അധ്യായം 20-21 ആ വാക്യങ്ങളില് എന്നുവെച്ചാൽ ആദം ഹവ്വ പാപം ചെയ്തിട്ട് അവര് നാണം മറയ്ക്കാൻ അവര് ഈ മരത്തിന്റെ പുറകിൽ പോയി ഒളിച്ചു നിൽക്കുക. 3-ാം അധ്യായമാണ്. 3-ാം അധ്യായം 8-ാം വാക്യം. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. ഉൽപ്പത്തി 3:8. പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. അവിടുന്ന് പുരുഷനെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അപ്പൊ ഇതിനകത്ത് നമുക്ക് സംഭവം അറിയാം. ആദം ഹവ്വ പാപം ചെയ്തു, അതുകൊണ്ട് അവർ ആ ഒരു ഷെയിം, ഒരു ഗിൽറ്റിൽ അവർ ഒളിച്ചിരിക്കുക. പക്ഷെ സംഭവം നോക്കിക്കഴിഞ്ഞാൽ ദൈവം എല്ലാം അറിയുന്നവനാണ്, അല്ലെ? പക്ഷെ ദൈവത്തിന് ഓൾറെഡി അറിയാം അവര് പാപം ചെയ്തു. എന്നിട്ടും അവര് അവർക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ അവര് പിതാവായ ദൈവത്തിന്റെ അടുത്ത് പോയി പറയുന്നില്ല, അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു. അവര് മറിച്ചിരിക്കുക. ദൈവമാണ് ഇങ്ങോട്ട് നടന്നുകൊണ്ട് എന്നുവെച്ചാൽ അറിയാത്ത പോലെ ഇങ്ങനെ നടന്നു വന്നിട്ട് ദൈവം അങ്ങോട്ട് അന്വേഷിക്കുക, നീ എവിടെയാണ്? ത്രൂ ഔട്ട് നമ്മൾ പാസേജിലാണെങ്കിലും ദൈവം സ്ട്രേറ്റ് അവേ ഇങ്ങനെ എന്നാ പറയുന്നത് ചോദിക്കത്തില്ല നീ ചെയ്തോ എന്നുള്ളത്. പതുക്കെ പതുക്കെ ഇങ്ങനെ, അതായത് പിതാവായ ദൈവത്തിന്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നായിരിക്കും. ഇവര് പറയും, അയ്യോ അപ്പൊ ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, സോറി, അങ്ങനെ ഒരു വാക്കേ ആദമാവ പറയുന്നില്ല. അവര് അപ്പം ദൈവം ആ ഒരു സ്നേഹത്തിൽ നിന്ന് അതായിരുന്നു പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഫസ്റ്റ് ഇൻസ്റ്റന്റ് തൊട്ടേ പിശാച് എന്നുവെച്ചാൽ പാപം ചെയ്തത് ഒരു പ്രശ്നം. പക്ഷെ അവർക്ക് ആ പിതാവായ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കാൻ, അതായത് എന്റെ അപ്പനല്ലേ, ഞാനൊരു സോറി പറഞ്ഞാൽ ശരി, അപ്പന് അത് മനസ്സിലാവും ആ സ്നേഹം, കരുണ. അങ്ങനെ ഒരു ട്രസ്റ്റ് അവർക്ക് പിതാവായ ദൈവത്തിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല.
അപ്പൊ അത് അപ്പൊ തൊട്ട് ഇങ്ങനെ തുടർന്ന് നമുക്കതിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിശാചും ആ ഒരു സാധനമാണ്. നമ്മളൊരു പാപം ചെയ്തു പോയി അല്ലെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കും. ഇന്ന് ഞാൻ ഇനി ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ പിന്നെ തൊട്ടടുത്ത നിമിഷം അല്ലെ അടുത്ത ദിവസം നമ്മൾ അതിൽ വീണു പോകും. പക്ഷെ അങ്ങനെ നമ്മൾ വീഴുമ്പോഴും നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ നമ്മൾ ആ കുറ്റബോധത്തിലിരിക്കും അല്ലെങ്കിൽ ഓ എനിക്കിനി ഒരു ഹോപ്പ് ഇല്ല എന്ന് പറഞ്ഞിരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും എന്നുവെച്ചാൽ ഞാൻ എത്ര പാപിയാണെങ്കിലും ഈശോനെ സ്വീകരിക്കും. ദൈവം എന്നെ സ്വീകരിക്കും എന്നുള്ള ഒരു സംഭവം ഇല്ല. പിന്നെ നമ്മൾ ഫുൾ പഴയ നിയമം നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു സമ്മറി ഒരു സൈക്കിൾ പോലെ ആക്കാം നമുക്ക്. എന്നുവെച്ചാൽ ദൈവം കുറെ കൽപ്പന കൊടുത്തിട്ട് പറയാം നീ ഇത് പാലിച്ചാൽ നിനക്ക് അനുഗ്രഹം വരും. പക്ഷെ അവരത് തെറ്റിക്കും. എന്നിട്ട് ഇപ്പൊ ഞാൻ ചില ചാപ്റ്റർ ഒക്കെ വായിക്കുമ്പോൾ ദൈവമേ പേടിച്ചിങ്ങനെ നമ്മള് ഭസ്മമായി പോകുന്ന പോലെ ദൈവത്തിന്റെ വാക്കൊക്കെ നിന്ന് ഞാൻ ശിക്ഷിക്കും അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് അടിച്ചു. അടുത്ത ചാപ്റ്റർ വായിക്കുമ്പോ പക്ഷെ ഞാൻ ഇസ്രായേൽ ഞാൻ കരുണ കാണിക്കും. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയായിരുന്നു. പക്ഷെ ഉടനെ അത്രേ ഉള്ളൂ പിതാവായ ദൈവത്തിന്റെ ആ അപ്പന്റെ ഒരു ഇത് അങ്ങനെയാണ്. നമ്മൾ ആ ഒരു കരുണയിൽ ആശ്രയിക്കണമെന്ന് ദൈവം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇപ്പൊ നേരത്തെ നമ്മള് ഡിസ്കഷൻ ഷെയർ ചെയ്ത പോലെ നമ്മൾക്ക് അത് മനസ്സിലാവുന്നില്ല. ഫുൾ വർഷങ്ങളായിട്ടും അങ്ങനെ ദൈവം അത് തന്നെ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തിട്ടും ആർക്കും മനസ്സിലായില്ല. പിന്നെ ഈശോ വന്നു. ഈശോനെ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈശോയുടെ ഗ്യാങ് തന്നെ നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും ഒന്നിലെ സൊസൈറ്റി ഏറ്റവും താണെ കാണുന്നവര് അല്ലെങ്കിൽ തീവ്രവാദിയായ നമ്മുടെ ഭാഷ പോലെ ടെററിസ്റ്റ്, പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഇങ്ങനെയുള്ളവരുടെ കൂടെയാണ് ഈശോ നടക്കുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകത ഞാൻ ഡാനിയലച്ചൻ പറഞ്ഞ കേട്ടേക്കുന്നത്. ഇപ്പൊ ഞാൻ ജീവിക്കുന്ന ഒരു രീതിക്ക് എതിരായിട്ട് ഒരാള് പ്രസംഗിക്കുവാന്ന് ഓർത്തു. ഞാൻ ഒരിക്കലും അയാളുടെ അടുത്തോട്ട് പോകാൻ ആഗ്രഹിക്കത്തില്ല. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഇപ്പൊ നമ്മളെ കോളേജിലൊക്കെ ജീസസ് യൂത്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലവരൊന്നും അതിന് പോവാതെ അതിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ നടക്കുമല്ലോ. അപ്പൊ ഈ പോകുന്നവരെയൊക്കെ കാണുമ്പം കളിയാക്കുമായിരുന്നു. ആ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കും. അപ്പം അപ്പൊ അവര് അതിന് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അവരൊരിക്കലും അങ്ങനെയുള്ള മനുഷ്യരുമായിട്ട് അടുത്ത് നിൽക്കാനോ ഒന്നും അവര് താല്പര്യപ്പെടത്തില്ല. അവരെപ്പോഴും മാറി നടക്കാനേ നോക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു ലോജിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈശോയുടെ അടുത്തോട്ട് ഇങ്ങനത്തെ മനുഷ്യർ വരാനേ പാടില്ല. കാരണം അവര് ജീവിക്കുന്ന ജീവിത രീതിയുടെ നേരെ എതിരായിട്ടുള്ള സാധനമാണ് ഈശോ പറയുന്നത്. പക്ഷെ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇങ്ങനെയുള്ള മനുഷ്യർക്കായിരുന്നു ഈശോയുടെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ. ലൂക്ക 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു. അതായത് ഈശോ എവിടെ പോയാലും ഇങ്ങനത്തെ മനുഷ്യർക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരുന്നു ഈശോയോട്. അത് എന്തുകൊണ്ടായിരിക്കും എന്ന് നമ്മൾ എന്ന് വെച്ചാൽ ഈശോ എല്ലാരെയും ഇങ്ങനെ സ്വീകരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സ്നേഹമായിരുന്നു. നമ്മുടെ ഒരു നമ്മൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് ആ ഒരു അളവുകോല് വെച്ച് നമ്മളെല്ലാരെയും നമ്മൾ ഈശോയുടെ സ്നേഹം വരെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നാ പറയുന്നെ, ഈ എല്ലാരെയും സ്നേഹിക്കുന്ന ഈ പാപികളും ചുങ്കക്കാരും ഒക്കെ വന്നപ്പോ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ ഈശോ ഒരിക്കലും അവരെ ആരെയും കുറ്റപ്പെടുത്തിയോ അങ്ങനെ തള്ളി പറഞ്ഞിട്ടില്ല. ഈശോയുടെ അടുത്ത് വന്ന ആരെയും ഇങ്ങനെയുള്ള ആരെയും ഈശോ "ഓ നീ പോയി നന്നായിട്ട് വാന്നൊന്നും" ഈശോ ഒരിക്കലും ഡയലോഗ് അടിച്ചിട്ടില്ല. ആകപ്പാടെ ആ കാനാൻകാരി സ്ത്രീയോട് പറഞ്ഞു കുട്ടികൾക്കുള്ള അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക. അതും ഈശോ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ അതല്ലാതെ എന്റെ അറിവിൽ ഈശോ ആരെയും അങ്ങനെ തള്ളി പറഞ്ഞിട്ടില്ല. പിന്നെയും ഈ സോ കോൾഡ് പ്രാർത്ഥിച്ച് നടക്കുന്നവരെയൊക്കെയാണ് ഈശോ പബ്ലിക്കായിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാരെയും സ്വീകരിക്കുന്ന ഒരു ഇപ്പൊ ഈശോയുടെ ഫിസിക്കൽ ഇത് തന്നെ നോക്കിയാലും ഞാൻ ഈയിടെ കേട്ട ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഈശോയുടെ ഈ പലയിടത്തും ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അവര് ആ രക്തം പരിശോധിച്ച് കുറെ കൺക്ലൂഷനിൽ എത്തുമല്ലോ. എല്ലായിടത്തും അവരെ പരിശോധിച്ച് കണ്ടുപിടിച്ചേക്കുന്നതാണ് ഈശോയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ്. ഈ AB പോസിറ്റീവ് എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ്. അതായത് നമ്മൾ ഏത് തരത്തിലുള്ള ബ്ലഡ് ആ ഡോണറിന് ആ മനുഷ്യന് കൊടുത്താൽ അവരുടെ ബോഡി അത് സ്വീകരിക്കും. അപ്പൊ ഈശോയുടെ ഫിസിക്കൽ തൊട്ട് തന്നെ ഈശോ അങ്ങനെയാ. എല്ലാരെയും ഇങ്ങനെ സ്വീകരിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ. അപ്പം ഇപ്പം പണ്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മുടെ നന്മനടത്തി ഷെയർ ചെയ്തായിരുന്നു. ജെറിലാന്ന് തോന്നുന്നു. ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ആം, ശരിക്കും പറഞ്ഞ ഈശോയുടെ ഭയങ്കര ചങ്കായിട്ട് നടന്ന മനുഷ്യരൊന്നും ആരും ഈശോയുടെ കുരിശിന്റെ അടുത്ത് യോഹന്നാൻ ഒഴിച്ച് ആരും ഇല്ലായിരുന്നു. പക്ഷെ ഈശോ അവരാരും പക്ഷെ അവരാ നിരാശപ്പെട്ടില്ല. അവര് സ്റ്റിൽ ഈശോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് ഈശോ ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോ ഈശോ ആരോടും ചോദിച്ചില്ല. നീയൊക്കെ എവിടെയായിരുന്നു നിന്നെ ഒന്നും കണ്ടില്ലല്ലോ. അല്ലെങ്കിൽ ഈശോ അവരോട് ദേഷ്യപ്പെടുവോ ഇനി മതി പൊയ്ക്കോ എന്നൊന്നും പറഞ്ഞില്ല. ഈശോ അവരോട് സമാധാനം എന്നാ പറഞ്ഞത്. അപ്പൊ ഈശോ അങ്ങനെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പം എന്നാ പറയുന്നെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വീണു പോകുമ്പോഴോ നമ്മുടെ ആ ഒരു ചിലപ്പോ നമ്മള് ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാപത്തിന്റെ അവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ നമുക്കൊരു നിരാശയായിരിക്കാം. അല്ലെ എനിക്ക് ഇനി ഒരു ഹോപ്പില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ട്രസ്റ്റ് ഞാൻ പറഞ്ഞ ആദം ഹവ്വ അവർക്ക് ആ ഒരു കാരണത്തിൽ ആ സ്നേഹത്തിൽ ഒരു ശരണയില്ലായിരുന്നു. അതായത് ഞാൻ എത്ര ആഹ് ഇപ്പൊ നമ്മള് കുഞ്ഞു പിള്ളേരൊക്കെ ആണല്ലോ എത്ര ചെളിക്കിടന്ന് ഉരുണ്ടാലും അവര് അമ്മയെ കാണാൻ അപ്പനെ കാണുമ്പോ അവര് ചെന്ന് കെട്ടുപിടിക്കും. അവരിങ്ങനെ ചെളിയാവുന്ന അതൊന്നും ചിന്തിക്കുകയില്ല. അവര് നേരെ ചെന്ന് കെട്ടിപ്പിടിക്കും. കാരണം അവർക്കറിയാം ഞാൻ ചെന്ന് കെട്ടിപ്പിടിക്കാൻ എന്റെ അമ്മ എന്നെ എടുക്കും. അതുപോലെ ഒരു ഫീൽ
ഫീലിംഗ് നമുക്കില്ല. പക്ഷെ നമ്മൾ യൂഷ്വലി ഒരു പാവാവസ്ഥയിലാണോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുന്നില്ല അങ്ങനത്തെ ഒക്കെ ഫീലിംഗ് ആകുമ്പോൾ നമ്മൾ ഈശോനെ ഇങ്ങനെ മാറ്റി നിർത്താനാണ് നോക്കുന്നത്. ഇപ്പൊ എനിക്കാണെങ്കിൽ പേഴ്സണലി ഞാൻ അധികം ഇപ്പൊ ഞാൻ പണ്ടൊക്കെ കോളേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണല്ലോ കുർബാനയ്ക്ക് പോവാം, ചാപ്പലിൽ പോയി ഒക്കെ ഇരിക്കാം. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് എനിക്ക് 3 പിള്ളേരുണ്ട്, കുഞ്ഞു കുഞ്ഞു പിള്ളേർ. അപ്പൊ നമുക്ക് അങ്ങനെ സമയമൊന്നുമില്ല. ചില ദിവസം എനിക്ക് അങ്ങനെ ഇരുന്നൊന്നും പ്രാർത്ഥിക്കാൻ സമയം. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, അയ്യോ ഇപ്പൊ പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല. അപ്പം എല്ലാം പോയി. അപ്പൊ എന്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. പ്രാർത്ഥിക്കുന്നില്ല, ഒന്നുമില്ല, ഈശോ ദൂരെ ദൂരെ പോയി. അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ എന്നാ പറയുന്നത്, ഈശോ നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ജസ്റ്റ് ഒരു എന്നാ ഈ ഒരു ഗബ്രിയേൽ ബോസസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ലേഡിക്ക് ഈശോ ഈശോ പ്രത്യക്ഷപ്പെട്ടില്ല. പക്ഷെ ഈശോ ഇങ്ങനെ സംസാരിച്ചു കൊടുത്ത് എഴുതിയൊരു പുസ്തകമുണ്ട്, ആത്മമിത്രം എന്ന് പറഞ്ഞു. ഹി ആൻഡ് ഐ എന്നാണ് ഇംഗ്ലീഷിൽ അതിന്റെ പേര്. ആ ബുക്ക് ഭയങ്കര അടിപൊളി ബുക്ക്, എല്ലാരും വായിക്കണം. എന്നാന്ന് വെച്ചാൽ അത് വായിക്കുമ്പോൾ മനുഷ്യനായ ഈശോയുടെ കുറെ വികാരമൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇച്ചിരിയും കൂടെ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഒരു ആസ് എ പേഴ്സൺ ഞാനത് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഈശോ ഇങ്ങനെയൊക്കെയാണോ എന്ന് വെച്ചാൽ എന്റെ ഒരു കോൺസെപ്റ്റ് എല്ലാം ഈശോനെ കുറിച്ചും ദൈവത്തെ കുറിച്ചും എല്ലാം ഒത്തിരി മാറിയ ഒരു പുസ്തകമാണ്. അപ്പൊ അതിനകത്ത് ഈശോ പറയുന്നുണ്ട്, നീ ഓരോ കാര്യം ചെയ്യുമ്പോഴും, അതായത് നമ്മളിപ്പോ പണി ചെയ്താലും ഉറങ്ങുമ്പോഴും എല്ലാം ഈശോ ഉണ്ട്. ഈശോ ജസ്റ്റ് നമ്മളൊന്ന് നോക്കിയാൽ അത് മതി ഈശോയ്ക്ക്. നമ്മൾ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നും ഈശോ അങ്ങനെ വേണം, സമയം കിട്ടുമ്പോൾ പറ്റണം. പക്ഷെ ഈശോ ആഗ്രഹിക്കുന്നത് ജസ്റ്റ് നിന്റെ ഹൃദയത്തിന്റെ ഒരു നോട്ടം. അങ്ങനെയാണ് ഈശോ പറയുന്നത്. നിയമാവർത്തനം 32:10 തോന്നുന്നു. അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യതയിൽ ഉരിയിടുന്ന മണലാരത്തിൽ കണ്ടെത്തി. കുറച്ചു മുമ്പ് എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു ആ വചനം പറഞ്ഞ്. നമ്മൾ നേരത്തെ നന്മമരത്തിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആ വചനം വായിക്കുമ്പോഴേ മണലാരത്തിൽ അവിടുന്ന് കണ്ടെത്തി, അതായത് എന്നെ തേടി വന്നു, അതുകൊണ്ടാണല്ലോ കണ്ടെത്തിയത്, ഞാനായിട്ട് പോയതല്ല. പക്ഷെ അപ്പൊ ഇങ്ങനെ തേടി വരണെങ്കില് ശരിക്കും ഈ മണലാരണ്യം എന്ന് പറയുമ്പോൾ എനിക്ക് നമ്മുടെ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയാണ്. എന്റെ മനസ്സിൽ ഒരു മരുഭൂമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, കുറച്ച് ദൂരെ ഇങ്ങനെ കുറച്ച് മല, പിന്നെ എനിക്ക് അവിടെ റോഡ് കാണാം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ഇങ്ങനെ കിലോമീറ്റർ ഇങ്ങനെ കിടക്കുക, എങ്ങോട്ട് തിരിഞ്ഞാലും ഇത് മാത്രമേ ഉള്ളൂ, ഭയങ്കര ചൂട്, വെള്ളമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു, വഴി അറിയാതെ നടക്കുന്നു. എന്നെ തേടി ഒരു മനുഷ്യൻ വരുവാണെങ്കിൽ ഞാൻ എന്താണോ അനുഭവിക്കുന്നത് അത് തന്നെ അയാളും അനുഭവിക്കുന്നുണ്ട്. അപ്പം ഈശോ എന്നെ തേടി വരണമെങ്കിൽ ആ ചൂടും ആ ദാഹവും എല്ലാം ഈശോയ്ക്കും ഉണ്ട്. പക്ഷെ ഈശോ അങ്ങനെ തേടി വരുന്ന ഒരു ഈശോയാ. പിന്നെ അതുപോലെ നമ്മുടെ ബൈബിളില് ഏറ്റവും കുഞ്ഞു വചനം, ഇംഗ്ലീഷിൽ അതിനകത്ത് 2 വാക്കേ ഉള്ളൂ, മലയാളത്തിൽ 3 വാക്കുണ്ട്. ആ ഏറ്റവും ചെറിയ വചനമാണെങ്കിലും ഒരുപാട് അർത്ഥമുള്ള ഒരു വചനമാണെന്ന് ഒരു ബ്രദർ പറഞ്ഞ, അതാണ് യോഹന്നാന്റെ സുവിശേഷം 11:35. യേശു കണ്ണീർ പൊഴിച്ചു. ഇംഗ്ലീഷിൽ അത് ജീസസ് വെപ്റ്റ്. അത് നമ്മൾ ഓർക്കും എന്തൊരു കുഞ്ഞു വചനം. പക്ഷെ ഭയങ്കര എന്നുവെച്ചാൽ ഈശോ ലാസറിനെ ഉയർപ്പിക്കാൻ മർത്താമറിയത്തിന്റെ വീട്ടിൽ പോയപ്പം സംഭവിച്ച കാര്യമാണ്. ആക്ച്വലി ഈശോ അവിടെ ചെന്ന് എന്തിനാ ലാസറിനെ ഉയർപ്പിക്കാൻ? ഈശോയ്ക്ക് ഓൾറെഡി അറിയാം ഉയർക്കാൻ പോവാണ്. ഏതാനും നിമിഷത്തിനകം അയാൾ ജീവനോടെ തിരിച്ചു വരും. എന്നിട്ടും ഈശോ ഈ മർത്താമറിയം കിടന്ന് കരയുന്നുണ്ടപ്പോ ഈശോയ്ക്ക് ഭയങ്കര വിഷമം വന്നു. ഈശോ കരഞ്ഞു. അങ്ങനെയുള്ള ഒരു ഈശോയാണ് എന്റെ ജീവിതത്തിലുള്ളത്. അപ്പൊ ഞാൻ ഈ പാപത്തിൽ വീണ് കിടക്കുമ്പോഴോ അല്ലെ ഞാൻ സഹിക്കുമ്പോഴോ എല്ലാം എന്നെ പേഴ്സണലി ഞാൻ പറയാം, ഞാൻ എപ്പോഴും ഓർക്കും, ഓ ഈശോ അവിടെ ഇരുന്ന് എന്നോട് അല്ല ആരാ പിതാവായ ദൈവം പറയാ, നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല നിനക്ക് ഇങ്ങനെ വന്ന്, അങ്ങനെ അങ്ങനെ ഒരു ഇതാണ് എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഒരു ദൂരെ ദൂരെ. പക്ഷെ ആക്ച്വലി നമ്മുടെ കൂടെ നടന്ന് സഹിക്കുന്ന ഒരു ഈശോയാ. അപ്പൊ ഈ കരുണ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ദൈവത്തിന് പല ക്യാരക്ടർ, ഇപ്പൊ ഗോഡ് ഇസ് ഓംനി പൊട്ടന്റ്, ഗോഡ് ഇസ് ലവ് എന്നൊക്കെ പറയും. ഈ ഫോസ്റ്റീനാമ എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ട് പോളണ്ടില്. ഫോസ്റ്റീനാമയ്ക്കാണ് ഈശോ കരുണയുടെ സന്ദേശങ്ങളൊക്കെ ഫുൾ വെളിപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഫോസ്റ്റീനാമ അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ഏറ്റവും വലിയ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ലവ് ആണെന്ന്. ചിലർ അതിനെ എതിർക്കും. പക്ഷെ അതായത് ഏറ്റവും വലിയ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് ലവ് ആണ്. ആ സ്നേഹത്തിൽ പല മോഡ്, അതായത് പല രീതിയുണ്ട്. ആ സ്നേഹത്തിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഫോം ആണ് കരുണ. അതായത് ഒരാൾക്ക് എന്നോട് സ്നേഹം തോന്നി, അയാള് ഞാൻ സഹിക്കുന്നത് കാണുമ്പോഴോ അല്ലെ ഞാൻ എന്റെ പാപത്തിൽ കിടന്ന് അല്ലെ ബ്രോക്കൺനെസ്സിൽ കിടന്ന് നരകിക്കുന്ന കാണുമ്പോ അയാൾ എടുക്കുന്ന ഒരു ആക്ഷൻ, അതാണ് കരുണ. അപ്പൊ ദൈവം ആ കരുണ ചൊരിയുന്നു. ഈ കരുണയുടെ പടത്തില് ഈശോയുടെ ഒരു കാല് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാലം ഇങ്ങനെ മുമ്പോട്ടാ. അതായത് ഈശോ ഇങ്ങനെ ആ സ്റ്റെപ്പ് എടുക്കുവാണ്. എന്റെ അവസ്ഥ കണ്ടിട്ട് ഈശോ എന്റെ അടുത്തോട്ട് വരാൻ ആഗ്രഹിച്ച എപ്പോഴും ഈശോ വരുന്നു എന്നുള്ള ഒരു അർത്ഥം ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുത്ത പടം കേട്ടോ അത്. ഫൗസ്റ്റീനാമയ്ക്ക് ഈശോ കാണിച്ചു കൊടുത്ത് പെയിന്റ് ചെയ്യാൻ പറഞ്ഞ പടം. അപ്പൊ അതിനകത്ത് ഈശോ ആ ഒരു കാല് ഫ്രണ്ടിലോട്ട് ഇട്ടേക്കുന്ന, അതായത് ഈശോ എപ്പോഴും എന്റെ അടുത്തോട്ട് വരാനായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈശോയെ കയറി പിടിക്കണം. ആശേരം പറഞ്ഞ പോലെ ഞാൻ തിരിഞ്ഞു നോക്കിയാലേ എനിക്ക് ആ ഒരു എംബ്രേസിനകത്ത് ആവാൻ പറ്റത്തുള്ളൂ. അതുപോലെ അപ്പം എന്നാ പറയുന്നത്, ഈ ഈശോയുടെ അതുപോലെ മുറിവുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി പടങ്ങളിൽ നോക്കുമ്പോൾ കയ്യിലെ ആണിപ്പാടും അതൊക്കെ ഇങ്ങനെ ഉണങ്ങിയ ടൈപ്പായിട്ടാണ് കിടക്കുന്നത്.
പക്ഷെ ഹൃദയത്തില് അതായത് ഈശോ മരിച്ചു കഴിഞ്ഞ് കുത്തിയതാ. പക്ഷെ അത് കുത്തിയിട്ട് അതിങ്ങനെ ഇപ്പഴും ഒഴുകിക്കൊണ്ടിരിക്കാ. അത് അങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ളില്ല. ആ വൂണ്ട് ഇപ്പഴും ഓപ്പൺ ആയിട്ട് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാ. പക്ഷെ ആ ഒരു കരുണ നമുക്ക് കിട്ടണേ അതുകൊണ്ട് ഞാൻ എപ്പഴും ഓർക്കും ഈ കരുണയുടെ പടത്തിന്റെ അടിയിൽ എന്തുകൊണ്ടാണ് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് എഴുതിയേക്കുന്നത്. ഇപ്പൊ ഇപ്പൊ ഞാൻ എന്റെ അല്ലെ ഒരാളുടെ സാധനം ഇങ്ങനെ കാണിച്ചിട്ട് നമ്മളൊരു ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈശോ അതിന്റെ അടിയിൽ ഈശോ അല്ലേ പറയണ്ടേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഐ ലവ് യു അങ്ങനെ എന്തെങ്കിലും അല്ലേ ഈശോ പറയണ്ടേ. പക്ഷെ ഈശോ അതിനകത്ത് അടിയിൽ എഴുതാൻ പറഞ്ഞത് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന്. അതായത് ഞാൻ ഈശോയോട് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഞാൻ ആ പടം നോക്കി എനിക്ക് ഈശോയുടെ ആ ഇപ്പോഴും ഒഴുകുന്ന ആ കരുണ എനിക്ക് കിട്ടാൻ ശരിക്കും ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. ആ ട്രസ്റ്റ് ആണ്. അതായത് ആദം ഹവ്വ ഒന്ന് വിശ്വസിച്ച് അപ്പ സോറി ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിപ്പോയി. അല്ലെ നമ്മള് വീഴുമ്പോ നമ്മള് വീഴുന്നതിലല്ല. ഞാൻ എപ്പോ വീണാലും അത് എത്ര വലിയ പാപമാണെങ്കിലും പെട്ടെന്ന് എനിക്കൊന്ന് എഴുന്നേറ്റിട്ട് എന്റെ ഈശോയെ നോക്കി ഈശോ സോറി പറ്റിപ്പോയി അങ്ങനെ ഒന്ന് പറയാൻ നമുക്ക് പറ്റണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഈശോ ഈ ഫൗസ്തീനാമ്മയുടെ ഡയറി പറഞ്ഞിട്ടുണ്ട് എന്റെ കൃപയെല്ലാം ഒരു ആത്മാവിന് ചൊരിയപ്പെടാൻ വേണ്ട പാത്രമാണ് ശരണം ട്രസ്റ്റ്. അതായത് ഈശോ ചൊരിയുന്ന ആ കരുണ നമുക്ക് പാത്രം ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ ഇങ്ങനെ പോവും. ആ കൃപയൊക്കെ വേസ്റ്റ് ആയി പോവും. അത് ആ ഒരു ആത്മാവിന് കിട്ടുന്ന ആ ഒരു വെസൽ ആണ് ട്രസ്റ്റ്. അപ്പൊ നമുക്ക് ഈശോയുടെ കരുണ സ്വീകരിക്കണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു സാധനമാണ് ആ ശരണം. എന്താ പറയുന്നെ ആ ശരണത്തിനെ പറയുമ്പോ ഇപ്പൊ പക്ഷെ നമ്മുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വീണ് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര നമ്മളോട് തന്നെ ചിലപ്പോ നമുക്ക് ഒരു വെറുപ്പ് തോന്നുന്ന അവസ്ഥയായിരിക്കാം. അല്ലെങ്കിൽ എനിക്കിനി എനിക്ക് പറ്റത്തില്ല ഇതൊന്നും. അല്ലെ നമ്മൾ വർഷങ്ങളായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ എന്നാ പറയുന്നെ നമ്മള് ഈശോ ആഗ്രഹിക്കുന്നത് നമ്മള് വീണാൽ അപ്പൊ തന്നെ എഴുന്നേറ്റ് ഈശോയോട് ജസ്റ്റ് പറയാ. കാരണം ഈശോ ഒരിക്കലും തള്ളിക്കളയത്തില്ലെന്നുള്ള ഒരു വിശ്വാസം വേണം. ഈ നമ്മുടെ നല്ല കള്ളൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല കള്ളന്റെ കാര്യം എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് എന്ന് വെച്ചാൽ അയാൾ കള്ളനാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് അവനെ നല്ല കള്ളൻ എന്ന് വിളിക്കുന്നത്? ആകപ്പാടെ അയാൾ മരിക്കുന്നതിന് കുറച്ച് മുമ്പ് കുരിശിൽ കിടന്ന് ഈശോയോട് പറഞ്ഞു എന്നെ ഓർക്കണേന്ന് പറഞ്ഞു. അതായത് അയാൾ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും അയാൾക്ക് ലാസ്റ്റ് മിനിറ്റ് ഈശോയോട് ചോദിക്കാൻ തോന്നി എന്നെ ഓർക്കണേ. അപ്പൊ അയാൾക്ക് ഈശോയുടെ ആ കരുണയില് ശരണം ഉണ്ടായിരുന്നു. അല്ലെ പിന്നെ അയാള് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെയാണ് ഈശോ ഈ ഫൗസ്തീനാമ്മയുടെ ഡയറി പറയുന്നുണ്ട് എത്ര വലിയ പാപമാണെങ്കിലും നിന്റെ പാപം ഈ ലോകത്തിലുള്ള മണൽത്തരികളുടെക്കാളും വലുതാണെങ്കിലും ഞാൻ നിന്റെ ആത്മാവിന്റെ മേൽ കരുണ അതായത് ലോകത്തിൽ എന്തുമാത്രം മണൽത്തരികളാണ് അതുപോലെ അതിനേക്കാളും അത്രയും നമ്മൾ വിചാരിക്കാത്ത പോലത്തെ പാപത്തിലെ അവസ്ഥയിലാണെങ്കിൽ പോലും ഈശോയുടെ കരുണ നമുക്ക് അവൈലബിൾ ആണ്. അതായത് പിന്നെ ഈശോ പറയുന്ന ഒരു പ്രോമിസ് ആണ് എത്ര പാവിയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം കരുണക്കൊന്ത എല്ലിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ആത്മാവ് നശിച്ചു പോവുകയില്ല. അപ്പൊ അത്രയും ഈശോ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. നമുക്ക് അത് കിട്ടാൻ ഒരൊറ്റ സാധനമേ ഉള്ളൂ ഈ ട്രസ്റ്റ്. അതായത് ഈശോയിൽ ശരണപ്പെടുക. ഈശോ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. അത് നമ്മളിങ്ങനെ പറയാ. അപ്പൊ നമുക്ക് ചിലപ്പം നമുക്കത് പറ്റത്തില്ല. നമ്മൾ ആ ഒരു അവസ്ഥയിലായിരിക്കും നമുക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളത് ജസ്റ്റ് ഒന്ന് പറയാ. അല്ലെങ്കിൽ ഒന്നും വേണ്ട. ഈശോ ഈ ആത്മമിത്രത്തിൽ പറയുന്നുണ്ട്. നീ എന്റെ പ്രസൻസ് അറിയുക. നീ നിനക്ക് ഫീൽ ചെയ്താലും ഇല്ലെങ്കിലും നീ കണ്ടാലും ഇല്ലെങ്കിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഉറങ്ങുമ്പോ ഉണ്ട്. നീ എഴുന്നേൽക്കുമ്പോ ഉണ്ട്. നിന്നെ ഞാൻ തന്നെ വിടത്തില്ല. അങ്ങനെ എഴുതിയേക്കുന്നത്. അതായത് നമുക്ക് ഈശോനെ വിട്ട് പോകാൻ നമ്മള് പോയാലും ഈശോയെ വിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ആ പ്രസൻസിൽ നമ്മള് ബിലീവ് ചെയ്യണം. അപ്പം എന്റെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യാനാണ്. എന്നാന്ന് വെച്ചാൽ ഇപ്പം ഞാൻ റിപ്പീറ്റഡ്ലി എനിക്ക് പറ്റുന്ന ഒരു സംഭവമായിരുന്നു ഈ പിള്ളേരുടെ അടുത്ത് ദേഷ്യപ്പെടുന്ന കാര്യം. ഞാൻ എപ്പോഴും ഡിസിഷൻ എടുക്കും. ഓക്കെ ഇനി ഞാൻ ഇച്ചിരിയും കൂടി ഒരു കാമായിട്ട് ബിഹേവ് ചെയ്യും. പക്ഷെ പിന്നെയും പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചില സമയത്ത് ദേഷ്യം വരും. അപ്പൊ ഒരു ദിവസം ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്തോ ഒരു വഴക്കുണ്ടായിട്ട് ദേഷ്യപ്പെട്ട് അവരെല്ലാം ഭയങ്കര സങ്കടപ്പെട്ട് ആണ് ഉറങ്ങാൻ പോയത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്ക് അതിന് തൊട്ട് മുമ്പത്തെ ദിവസം എന്നാണ് ഞാൻ കുമ്പസാരിച്ചതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓർത്തു അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആക്ച്വലി എന്നോട് തന്നെയുള്ള ദേഷ്യം. പക്ഷെ ഞാൻ ഈശോയോട് ദേഷ്യപ്പെട്ട് ഇങ്ങനെ അപ്പൊ ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയുന്നത് ഈ ആത്മമിത്രമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈശോ അതിനകത്ത് ഇങ്ങനെ എപ്പോഴും പറയും നിങ്ങൾ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കത്തില്ലേ അതുപോലെ എന്നോട് സംസാരിക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടെന്ന്. നമ്മുടെ ഫാമിലിയിൽ ആളെ പോലെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ പോലെ ഈശോയോട് മിണ്ടാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ഈശോയോട് മിണ്ടുന്ന പോലെയാണ് യൂഷ്വലി മിണ്ടാറ്. അപ്പൊ ഞാൻ എന്നോട് തന്നെയുള്ള ദേഷ്യം അന്ന് രാത്രി ഇങ്ങനെ ഇരുന്നപ്പോ ഞാനിങ്ങനെ ഈശോയോട് പറയാ ഇനി ഞാൻ എന്റെ അടുത്തോട്ട് ഇനി വരണ്ട നോക്കണ്ട ഞാൻ ഇതൊന്നും പറ്റത്തില്ല ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഭയങ്കര വിഷമത്തിലിരിക്കുക. പക്ഷെ എന്തോ എനിക്ക് തോന്നി ചുമ്മാ ഒന്ന് എന്താ പറയുന്നെ ചിയറപ്പ് ആവാൻ വേണ്ടി ഞാന് എന്റെ കുഞ്ഞിലത്തെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഓർക്കാൻ പെട്ടെന്ന് എന്റെ മനസ്സിലോട്ടൊന്ന് വന്നു. അപ്പൊ ഞാൻ ഇന്ത്യക്ക് പുറത്താണ് എന്റെ 12ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ കണ്ണടിച്ചിട്ട് ഞാൻ ആക്ച്വലി ചുമ്മാ എനിക്കൊരു സന്തോഷം വരാൻ വേണ്ടി ചെയ്തതാ.
അപ്പൊ ഞാൻ കണ്ണടച്ചിട്ട് കുഞ്ഞിലെ നമ്മള് എനിക്ക് ഓർക്കാൻ പറ്റുന്ന സമയം തൊട്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അതായത് ഞങ്ങൾ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്ന സൂപ്പർ മാർക്കറ്റ്, പിന്നെ എന്റെ സ്കൂൾ ബസ്സിലത്തെ പിള്ളേര്, ബസ് റൂട്ട്, അങ്ങനെയൊക്കെ ചുമ്മാ ചുമ്മാ ഇങ്ങനെ ഓരോരോ ചില നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് കിടക്കുമല്ലോ ചില സാധനങ്ങൾ. അതിൽ കൂടെയൊക്കെ ചുമ്മാ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ എന്താ പറയുന്ന, ചുമ്മാ ഇങ്ങനെ ഒന്ന് ഒരു പോവാ, ഒരു ചുറ്റലടിക്കുക എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നി, ഓ, ഈശോയും ഈശോ ഇങ്ങനെ നോക്കുന്ന പോലെ മിണ്ടാതിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ഒരുമാതിരി മനസ്സില്ലാ മനസ്സോടെ ഞാൻ പറഞ്ഞു, ആ ഈശോ വന്നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈശോയുടെ കൂടെ നടക്കുന്ന പോലെ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. പക്ഷെ ഞാൻ ഈശോടൊന്നും മിണ്ടുന്നില്ല. ഈശോയോടുള്ള ദേഷ്യം കൊണ്ടല്ല, എനിക്ക് എന്നോട് തന്നെ ഉള്ള ഒരു, എനിക്ക് കാരണം ഞാൻ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട് ദേഷ്യപ്പെടാതിരിക്കും, പക്ഷെ പിന്നെ പിന്നെ ദേഷ്യപ്പെടും. അപ്പൊ ഞാൻ ആ ഒരു ഇതില് ഒന്നും മിണ്ടുന്നില്ല. ഞങ്ങളിങ്ങനെ നടന്നു പോന്നു. ഞാനിതൊക്കെ കണ്ടിങ്ങനെ, അപ്പൊ എനിക്ക് സന്തോഷം വരാന്നാണേ കുഞ്ഞിലത്തെ കാര്യങ്ങള്. അപ്പൊ എന്റെ ബസ്സില് ഞാൻ ലാസ്റ്റ് സ്റ്റോപ്പ് വന്നോണ്ടിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യക്ക് പുറത്തായോണ്ട് എന്റെ സ്കൂളില് എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നുള്ള പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ എന്റെ ബസ്സിലത്തെ ലാസ്റ്റ് സ്റ്റോപ്പിൽ കയറുന്നത് രണ്ട് ചേച്ചിമാരും, അവർക്ക് ഒത്തിരി ഡിഫറൻസ് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു ബ്രദർ ഉണ്ട്. അത് കാരണം ഞാൻ അവരെ എപ്പോഴും ഓർത്തിരിക്കും. അവര് ബംഗാളീസ്. അപ്പൊ അവരെ ഞാൻ ഇപ്പൊ എപ്പോഴും ഓർത്തിരിക്കും. പക്ഷെ അല്ലാതെ എനിക്ക് അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പൊ അവരെ ഞാൻ പെട്ടെന്ന് ഈ ബസ്സിന്റെ കാര്യമൊക്കെ ഓർത്തപ്പോ അവരെ കുറിച്ച് ചുമ്മാ ഇങ്ങനെ ഓർത്തു. അല്ലാതെ ഞാൻ അവരോട് ഒരിക്കലും മിണ്ടിയിട്ടില്ല. ആം, ഒരു ബന്ധവുമില്ല, ഫേസ്ബുക്ക് ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഞാൻ ചുറ്റിച്ച് ഓടിച്ചു കഴിഞ്ഞ് അങ്ങനെ ഫുൾ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു സമാധാനവും പിന്നെ എന്തോ ഒരു ഹോപ്പ് വന്നു ആ ഫുൾ സംഭവം കഴിഞ്ഞപ്പോ. അപ്പൊ ഞാൻ ദേഷ്യമൊക്കെ മാറി, എനിക്കൊരു പ്രതീക്ഷ വന്നു. ശരി, നാളെ ഒരു ദിവസം നെക്സ്റ്റ് ഡേ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം, ഇനിയും വീഴാതിരിക്കാൻ നോക്കാം. അങ്ങനത്തെ ഒക്കെ ഫീലിങ്സ് വന്നു. അപ്പൊ എനിക്ക് എന്താണ് അന്നേരം മനസ്സിലായില്ല. ഞാൻ ഈശോടും ഓക്കെ ഒരു രമ്യതപ്പെട്ട ആ ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത് ഈ സംഭവം ഞാൻ എല്ലാം ചിന്തിച്ചു കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഞാൻ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ഇവിടെ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നേക്കുന്നവർക്കറിയാം, ഭയങ്കര ഒരു ബിസി ഒരു മാർക്കറ്റ് പോലത്തെ സ്ഥലമാണ്. ഞാൻ അവിടെ എന്തോ ഒരു ആവശ്യത്തിന് ഞങ്ങൾ പോയപ്പം ഒരു ഹോട്ടലിൽ ക്യൂ നിൽക്കുക. ക്യൂ നിന്നപ്പം ഞാൻ ഈ ബസ് റൂട്ട് പറഞ്ഞ ഈ ബംഗാളി രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഒരാള് പൂനം എന്നാണ് പുള്ളിയുടെ പേര്. ഞാൻ പുള്ളിക്കാരി അവിടെ കണ്ടു. അപ്പൊ ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. ഞാൻ ശരിക്കും എന്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ അവരെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. എന്ന് വെച്ചാൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അവരുടെ സ്ട്രേഞ്ചേഴ്സ് ആണ്. പക്ഷെ 16 വർഷം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ചിന്തിക്കുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ ആ കൊച്ചു ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. പിന്നെ എന്നെയും കണ്ട് ഇങ്ങനെ പരിചയം തോന്നി എന്നോട് വന്ന് മിണ്ടി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, പുള്ളി ശരിക്കും പുള്ളിയുടെ ഹസ്ബൻഡ് ബാംഗ്ലൂരുകാരനാ. അവർ ഓസ്ട്രേലിയയില, പക്ഷെ അവർ വെക്കേഷന് വന്നിട്ട് വന്നാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര എന്നാ പറയുന്ന അത്ഭുതം തോന്നി. എനിക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾക്ക് ആ ഇത് മനസ്സിലാവുമെന്ന്. ഞാനപ്പൊ കുറെ ആലോചിച്ചു എന്തുകൊണ്ടാ? അപ്പൊ എനിക്കത് ഈശോ ഒരു കൺഫർമേഷൻ തന്ന പോലെ. അതായത് ഞാൻ ആ ഭയങ്കര വീണ സമയത്ത് എനിക്ക് ആക്ച്വലി ഈശോനെ അടുത്ത് പോകാൻ തോന്നിയില്ല. എന്റെ എന്റെ ഒരു ഇത് കാരണം. ഇപ്പൊ ആദം ഹവ്വയ്ക്ക് അവരുടെ നഗ്നത മറച്ച് അവർ നിന്ന പോലെ എനിക്ക് കാരണം ഈശോ ഇങ്ങനെ നമ്മൾ വിചാരിക്കുമല്ലേ ഫുൾ ഹോളിനെസ് ആണ്, നമുക്ക് ഈശോയുടെ അടുത്ത് പോകാനുള്ള യോഗ്യതയില്ല. അങ്ങനത്തെ ചിന്തകൾ കാരണം നമ്മൾ ഈശോനെ അപ്രോച്ച് ചെയ്യാൻ ട്രൈ ചെയ്യാറില്ല. അത് കാരണം ഞാൻ പോവാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ ജസ്റ്റ് ഒന്ന് ഈശോയുടെ എന്റെ കൂടെ വരാനേ പറഞ്ഞോളൂ. പക്ഷെ ആ ഒരു ഈശോയുടെ നമ്മൾ ആ വീണ് കിടക്കുന്ന സമയത്ത് ഈശോയുടെ ഒരു പ്രസൻസ് മതി നമുക്ക് ആ ഒരു ശരണം വെക്കാനും ഈശോയുടെ കരുണ ചൊരിയാനും. അപ്പൊ ആ ഒരു ഇൻസിഡൻസ് എനിക്ക് ഭയങ്കര എന്നാ പറയുന്നത്, ഒത്തിരി ഹീലിംഗ് തന്നു. പിന്നെ ഒത്തിരി വിശ്വാസം തന്നു ഈശോയുടെ ഈ കരുണയിൽ ആശ്രയിക്കാൻ വേണ്ടി. ഈശോ ഈ ആത്മപത്രത്തിൽ പറയുന്നുണ്ട്, നീ എത്ര പ്രാവശ്യം വീഴുന്നതിലല്ല, നീ വീണിട്ട് പിന്നെയും എഴുന്നേക്കുന്നത് പോലെയാണ്. പിന്നെ ഒരു കാര്യം പറയുന്നത് എന്നാ പറയുന്നത്, ഇത് ഓർക്കുക, ഞാൻ നിനക്ക് എങ്ങനെ ആയിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നോ അപ്രകാരമായിരിക്കും ഞാൻ. നീ എന്നെ ഒരു അപരിചിതനെ പോലെ പരിഗണിച്ചാൽ ഞാൻ നിനക്കൊരു ന്യായാധിപൻ മാത്രമായിരിക്കും. നീ എന്നിൽ ശരണപ്പെട്ടാൽ ഞാൻ നിന്റെ രക്ഷകനായിരിക്കും. അതായത് നമ്മള് എങ്ങനെയാ ഈശോയുടെ അടുത്ത് ആയിരിക്കുന്നത്, അത് തന്നെ ഈശോ പറയുക, അതായിരിക്കും ഞാൻ നിനക്കാവുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഈശോ ദൂരെ ഇരുന്ന് എന്നെ ജഡ്ജ് ചെയ്യുന്ന ഒരാളായിട്ട് തോന്നിയാല് ഈശോ അങ്ങനെ ഇരിക്കുള്ളൂ. പക്ഷെ ഞാൻ അതാ ഈശോ പറയുന്നത്, എല്ലാം നിന്റെ ശരണത്തിൽ ആശ്രയിച്ചിരിക്കും. നീ വീഴുമ്പോഴും നീ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം ചെയ്ത് അടുത്ത മിനിറ്റ് നിനക്ക് തോന്നുക, ദൈവമേ എനിക്ക് ഇതിന്ന് പുറത്തു വരണം, അല്ലെ ഞാൻ എങ്ങനെ ഇതിന്ന് രക്ഷപ്പെടും, നീ എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ വരും. നമ്മൾ വിചാരിക്കും അത് ഇമ്പോസിബിൾ, അങ്ങനെ ഒരാൾക്ക് എന്നെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഈശോ അങ്ങനെയാണ്. ഇപ്പൊ ഡാനിയലച്ചൻ പറഞ്ഞൊരു സാധനം, ഒരു മേശയുണ്ടെന്ന് ഓർത്തു. അതിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഈശോയുടെ ദൈവത്തിന്റെ കരുണ. അങ്ങനെ പുറകു വശം എന്ന് പറയുന്നത് ജസ്റ്റിസ്, ദൈവത്തിന്റെ ജസ്റ്റിസ്. നമ്മൾ ഏത് വശം നോക്കുന്നത്, ഞാൻ ഇങ്ങനെ നോക്കിയാൽ ഞാൻ ഈ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ എങ്ങനെ ദൈവത്തെ നോക്കി കാണുന്നു എന്നുള്ളത്. പിന്നെ നമ്മുടെ എന്നാ പറയുന്നത്, ഇവാമോളാന്ന് തോന്നുന്നു പറഞ്ഞ, നമ്മൾ ഇങ്ങനെ ഈശോയുടെ അടുത്തോട്ട് പോകാൻ നോക്കുമ്പോൾ ഈശോ നമുക്ക് തരുന്നത് ഒരു ഗിഫ്റ്റ് കൂട്ടി തരുമെന്ന് പറയുന്നത്. അതായത് നമ്മള് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ശരണപ്പെടുമ്പോഴത്തേക്കും ഈശോ നമുക്ക് ഭയങ്കരമായിട്ട് കൃപ ചൊരിയും. ഇപ്പൊ ഈ നല്ല കള്ളൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ എന്നെ ഒന്ന് ഓർക്കണേന്ന്, പക്ഷെ ഈശോ അയാൾക്ക് അന്ന് തന്നെ ഈശോയുടെ കൂടെ സ്വർഗത്തിലായിരിക്കാൻ കൃപ കൊടുത്തു.
എന്ന് എന്റെ എന്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാരി വർഷങ്ങളായിട്ട് എന്നാ കുർബാനയ്ക്ക് പോകുന്നില്ല, സംസാരിക്കുന്നില്ല, അങ്ങനെ ഒന്നുമില്ല ലൈഫില്. വല്ലപ്പോഴും പള്ളിയിൽ പോയി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങി വരും, അങ്ങനത്തെ ടൈപ്പ്. അപ്പം പുള്ളിക്കാരി ഈ വർഷം ആദ്യം എന്നോട് പറഞ്ഞു തുടങ്ങി, ഒരു പ്രൊമോഷൻ ആവുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കണം അതാവാൻ വേണ്ടിന്ന്. അപ്പൊ ഓക്കെ ഓക്കെ പറഞ്ഞിരുന്നു. കുറെ മാസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. പെട്ടെന്ന് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കണ്ടോ, ഈശോനെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഈശോ കാര്യങ്ങളൊക്കെ സമയത്തിന് ചെയ്തു തരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു താങ്ക്സ് ഗിവിംഗ് ആയിട്ട് കുർബാനയ്ക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ആള് ആ ശരിയാ ഞാൻ പോവാം. പക്ഷെ ആള് തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, പക്ഷെ കുമ്പസാരിക്കണ്ടേ, ഇത്രയും നാളായില്ലേ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ അതെ കുമ്പസാരിക്കണമാണ്. പക്ഷെ പുള്ളിക്കാരി ഉണ്ടല്ലോ, ആ ആ വരുന്ന വീക്കെൻഡ് കുമ്പസാരിച്ചു. ശരിക്കും പറഞ്ഞ ആ സൺഡേ ഡിവൈൻ മേഴ്സി സൺഡേ ആയിരുന്നു. അന്നാണ് പുള്ളി കുമ്പസാരിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കുർബാന സ്വീകരിച്ചത്. ഈ ഡിവൈൻ മേഴ്സി സൺഡേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളന്ന് കുർബാന സ്വീകരിച്ച്, കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. അതായത് ഇപ്പൊ ഡാനിലച്ചൻ ഇപ്പം പറയുന്ന എക്സാമ്പിൾ ആണ്. നമ്മളിപ്പം ഹാളിൽ നിന്ന് റിട്രീറ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചേച്ചി ഒരു പാമ്പിനെ കണ്ടു. എന്നിട്ട് വിളിച്ചു കൂവും. പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞ് കൂവുമ്പോ എല്ലാരും കിടന്ന് ഓടും. ഭയങ്കര കോലാഹലമായിരിക്കും. കസേരയൊക്കെ തട്ടിയിട്ടു. അപ്പം ഒത്തിരി പ്രശ്നം ഉണ്ടാവുമല്ലോ. പിന്നെ ആരൊക്കെയോ വന്ന് പാമ്പിനെ തല്ലിക്കൊല്ലും. പക്ഷെ തല്ലിക്കൊന്ന് സമാധാനമായി. പക്ഷെ നോക്കുമ്പോൾ ഹോളെല്ലാം അലങ്കോലമായി. അതിനെ നമ്മൾ റെഡിയാക്കണം. എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു പാപം ചെയ്യുമ്പോൾ ഈ പാമ്പ് നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ ആ പാമ്പ് അവിടെ ചത്തു. പക്ഷെ അതിന്റെ ഒരു എഫക്റ്റ് നമ്മൾ കിടപ്പുണ്ട്. അത് നമ്മൾ പരിഹാരം ചെയ്തും അങ്ങനൊക്കെ നമ്മളത് കിട്ടണം. പക്ഷെ നമ്മൾ ഈ ഡിവൈൻ മേഴ്സി സൺഡേ, അതായത് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന സൺഡേ, അന്ന് നമ്മൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച നമ്മൾ മാമോദീസയുടെ അന്ന് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരിക്കും. അപ്പൊ ഞാനിത് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അസൂയ തോന്നി ആ കൊച്ചിന്. അതായത് പുള്ളിക്കാരി ഇത്രയും വർഷമായിട്ടും കുർബാനയ്ക്കൊന്നും, അപ്പൊ ഈശോയുടെ അടുത്തോട്ട് വരാൻ തീരുമാനിച്ചപ്പോൾ ഈശോ ആണെങ്കിൽ പുത്തനാക്കി കൊടുത്തു. ചുമ്മാ ആ കൊച്ചിനെ ഒന്ന് ഹീൽ ചെയ്യാൻ മാത്രമല്ല, ആ കൊച്ചിന് ഒരു മൊത്തത്തിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് കൊടുത്തു. കാരണം അങ്ങനെയാണ് ഈശോ. നമ്മൾ ഓരോ പ്രാവശ്യം അപ്പൊ നമ്മൾ ആകപ്പാടെ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഈശോയുടെ ആ എന്നാ പറയുന്നേ, നമ്മൾക്ക് ആ ശരണം ഒരിക്കലും നമ്മൾ വിട്ടുപോകാൻ പാടില്ല. ആ സ്നേഹം മനസ്സിലാക്കാതിരിക്കാൻ പാടില്ല. എന്നാ ഞാന് ഈ ആത്മമിത്രത്തിൽ ഒരു കാര്യം വായിച്ച് ഒന്ന് നിർത്താവേ. നിനക്ക് നിന്റെ വാക്ക് പാലിക്കാൻ സാധിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇന്നലത്തേക്കാളും താഴേക്ക് നീ വീണുപോയെങ്കിൽ അതൊട്ടും കാര്യമാക്കേണ്ട. നീ നിന്നെ തന്നെ അയോഗ്യയായി കണക്കാക്കുകയും നീ പശ്ചാത്തപിക്കുന്നെന്ന് എന്നോട് പറയുകയും ചെയ്താൽ നീ എന്റെ ഹൃദയത്തിലാണെന്ന് ഉള്ള കാര്യം വിശ്വസിക്കാൻ ഭയപ്പെടേണ്ടതില്ല. ഈ ഹൃദയം വളരെ വലുതും നല്ലതുമായ ഈ ഹൃദയം ഒരു മനുഷ്യന്റെ ഹൃദയം പോലെ തീരെ ചെറുതുമാണ്. ഞാൻ സഹാനുഭൂതിയാണ്, വെറുപ്പല്ല. ഞാൻ എന്റെ കുരിശ് വഹിച്ചപ്പോൾ ഒരമ്മ തന്റെ കുഞ്ഞിനെ എന്ന പോലെ നിന്നെ സമ്മതിച്ചു. അത് കഴിഞ്ഞ് പറയാണ്, ഭയപ്പെടേണ്ട, എന്നിൽ നിന്ന് ദൂരേക്ക് ഓടിപ്പോവുകയോ എന്നെ വേദനിപ്പിക്കരുത്. സ്നേഹത്തെ മുറിപ്പെടുത്തുന്നത് അത് മാത്രമാണ്. അപ്പൊ നമ്മള് ഈശോയെ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത് നമ്മൾ പാപം ചെയ്യുമ്പോഴല്ല. പാപം ചെയ്തിട്ട് എനിക്ക് ഈശോയുടെ അടുത്തോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈശോയ്ക്ക് നമ്മൾ പാപം ചെയ്യുന്നതിലും കൂടുതൽ ഈശോയ്ക്ക് അതാണ് ഹേർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഈശോനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇന്ന് നമ്മൾ വിചാരിക്കണം, ഓക്കെ, ഞാനിപ്പം ഏത് അവസ്ഥയിലായിക്കോട്ടെ എന്റെ ലൈഫില് ഒന്നും ഇല്ലായിരിക്കാം, നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ കൂതാശിഗതി ഒന്നും ഇല്ലായിരിക്കാം ചിലപ്പോ. ഞാൻ ഇങ്ങനെ ചുമ്മാ ജീവിച്ചു പോവാണ്, അല്ലെങ്കിൽ നിരാശയിൽ അല്ല പാപത്തിന്റെ പടുകുഴിയിലായിരിക്കാം. പക്ഷെ ഈശോ ഒരു എന്നാ പറയുന്നത്, കാഷ്ടമൊക്കെ ആയിട്ട് ഭയങ്കര സ്റ്റിങ്കി ഒരു പുൽത്തൂട്ടില് ഈശോയ്ക്ക് വരാൻ പറ്റുമെങ്കിൽ പാപത്തിന്റെ ദുർഗന്ധം നിറഞ്ഞു നിൽക്കുന്ന എന്റെ ആത്മാവിൽ ഈശോയ്ക്ക് വരാം. അങ്ങനെ ഒരു സ്ഥലത്ത് ഈശോയ്ക്ക് ജനിക്കാൻ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പൊ ജീവിക്കാൻ എന്റെ ആത്മാവിന്റെ ദുർഗന്ധം ഒന്നും ഈശോയ്ക്ക് ഒരു പ്രശ്നമേ അല്ല. ആകെപ്പാടെ ഈ ആശയം പറഞ്ഞ പോലെ നമ്മൾ തിരിഞ്ഞു നോക്കണം. ഈശോ എപ്പോഴും കാല് മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ജസ്റ്റ് ആ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആ കരുണ, രക്തവും വെള്ളവും, അത് സ്വീകരിക്കാൻ എനിക്ക് ആ ഒരു ശരണം ഉണ്ടായാൽ മാത്രം മതി. അത്രയും സിമ്പിളാണ് സംഭവം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ആരാധനയിലും എല്ലാം നമുക്ക് ഈശോയുടെ അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. അത് നമുക്ക് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. നമ്മൾ ആ ഒരു അവസ്ഥയിലാവുമ്പോൾ നമ്മൾ ഫുൾ ഗിൽറ്റ്, നിരാശയിൽ ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷെ എന്ത് വേണേലും ഈശോയ്ക്ക് നമ്മൾ വിചാരിക്കുന്നതിലും മനോഹരമാക്കാൻ പറ്റും. അതായത് മാർട്ടിൻ നേരത്തെ പറഞ്ഞല്ലോ, അത് പോസ്റ്റ്‌നാമൽ ഡയറിയിലുള്ള ഗ്രേറ്റർ ദ സിന്നർ ദ ഗ്രേറ്റർ റൈറ്റ് ഹി ഹാസ്, മോർ അവകാശമുണ്ട്. അതായത് ഞാൻ എത്രത്തോളം ഇല്ലാതിരിക്കുന്നോ, അപ്പടി തകർന്നു കിടക്കുന്നോ, അപ്പോഴാണ് എനിക്ക് കൂടുതൽ അവകാശം ഈശോയോട് ചോദിക്കാൻ. നീ എന്നോട് കരുണ കാണിക്ക് ഈശോയെ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. അതായത് നമ്മൾ എംപ്റ്റി ആയിട്ട് ഇരിക്കുമ്പോഴല്ലേ കൂടുതൽ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ എത്രത്തോളം
ഇല്ലാതാവുന്നു. അത്രത്തോളം ഈശോ തെരഞ്ഞെടുക്കുന്നവരെല്ലാം അങ്ങനെയല്ലേ? ഈ പൗലോസ്ലീഹ എല്ലാരെയും കൊന്നു നടന്ന മനുഷ്യനാണ്. പക്ഷെ ഈശോ മാറ്റിമറിച്ചു. ഈ ഫൗസ്റ്റീനാമ എന്ന് പറഞ്ഞ ഈശോയുടെ കരുണ ലോകത്തിന് സ്പ്രെഡ് ചെയ്യാൻ കൊടുത്ത ആള് ഈ ജോൺ പോൾ പാപ്പ ഫൗസ്റ്റീനാമനെ വിശുദ്ധയാക്കിയപ്പോ പറഞ്ഞതാണ് നോബഡി ഫ്രം നോവെയർ. എന്ന് വെച്ചാൽ മാർപ്പാപ്പ അത് പൊട്ടയായിട്ട് പറഞ്ഞതല്ല. അത്രയും ഒരു സാധാരണ സിസ്റ്റർ ആയിരുന്നു. പുറമേ നോക്കിയാൽ പുള്ളിക്കാരുടെ ജോലി കുക്കിംഗ്, ഗാർഡനിങ്, പിന്നെ ഡോറ് വരുമ്പോ ആൾക്കാർ വരുമ്പോ ഡോറ് തുറന്നു കൊടുക്കുക, അടയ്ക്കുക. അതുപോലെ ഒരു സാധാ ഇങ്ങനെ ജീവിച്ചു അങ്ങനത്തെ മനുഷ്യൻ ഈശോ തെരഞ്ഞെടുക്കും. അപ്പൊ തെരഞ്ഞെടുക്കുന്നതിന്റെ റീസൺ എന്തുകൊണ്ടാ? നമ്മൾ അങ്ങനെ വീണ് കിടക്കുമ്പോ അന്നേരമാണ് ഈശോയ്ക്ക് ആ ഒരു ആത്മാവിനോട് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത്. കാരണം ഈശോയ്ക്ക് അവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും. നിനക്ക് എന്റെ ബലഹീനത മതി, നിനക്ക് എന്റെ കൃപ മതി, എന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാക്കുന്നത്. അപ്പം ഈ ആത്മപത്രത്തിൽ പറയുന്നുണ്ട് ഓരോ ആത്മാവിനും മാത്രം എനിക്ക് തരാൻ പറ്റുന്ന ഒരു സ്നേഹത്തിന്റെ രശ്മി. അതായത് എലീന എന്ന ഞാൻ ഈശോയ്ക്ക് കൊടുക്കുന്ന ഒരു സ്നേഹത്തിന്റെ രശ്മിയുണ്ട്. അത് ആരാ പിന്നെ ജെറിൽ എന്ന ആള് ഈശോയ്ക്ക് കൊടുക്കുന്നത്. അത് ആ സ്നേഹത്തിന്റെ ഓരോ അംശവും ഈശോയ്ക്ക് വേണം. അതുകൊണ്ടാണ് ഈശോ ഓരോ പാപം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ തിരിച്ചു വരണം എന്ന് ഈശോ ഇങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈശോയിൽ ശരണപ്പെടാന് ഇന്ന് നമുക്ക് അതിനുവേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ എനിക്കറിയാം നീ അവിടെയുണ്ട്. പക്ഷെ ഞാൻ വീണു പോകുമ്പോഴും അല്ലെങ്കിൽ ഞാൻ നിരാശയിലായിരിക്കുമ്പോഴും എന്റെ ഈ ഭയങ്കര ഒരു തകർന്നു കിടക്കുന്ന അവസ്ഥയിലും നീ ഉണ്ട്, എനിക്ക് നിന്റെ അടുത്ത് വരാൻ പറ്റും. ഞാൻ എത്ര ചെളിപ്പുരണ്ട അവസ്ഥയിലാണെങ്കിലും എനിക്ക് ഈശോയുടെ അടുത്ത് വന്നാൽ മതി. അത് മതി എന്റെ ജീവിതം മാറാൻ എന്നുള്ളത്. ഈ ഷാലോം വേൾഡ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ചാനലുണ്ട് ഷാലോമിന്റെ. അതിനകത്ത് ജീസസ് മൈ സേവിയർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് ഈ എന്നാ പറയുന്നത് കുറെ മനുഷ്യര് പഴയ അവരിങ്ങനെ ഒന്നുമില്ല, ഈശോ ഒന്നുമില്ല, പ്രാർത്ഥന ഇല്ലാതെ ജീവിച്ചിട്ട് പെട്ടെന്ന് അവര് മാറി. അവരുടെ ജീവിതം എങ്ങനെ മാറി എന്ന് പറയുന്ന കുറെ ടെസ്റ്റിമോണീസാ. എന്റെ ദൈവമേ! അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ചിന്റെ കഥ കേട്ടു. അത് കേട്ടോണ്ടിരിക്കുമ്പോ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെ ഇതിനകത്തുന്ന് എന്ന് വെച്ചാൽ പുള്ളിക്കാരി പറയുമ്പോ പുള്ളിക്കാരി ചെയ്യാത്ത പാപങ്ങളില്ല. പുള്ളി 8ാമത്തെ വയസ്സിൽ ഷീ വാസ് അബ്യൂസ്ഡ്. അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് അപ്പൊ തൊട്ട് പുള്ളി ഓരോ സാധനം എല്ലാ ദിവസവും 16 വർഷത്തേക്ക് പുള്ളി സെൽഫ് ഹാം ചെയ്യുമായിരുന്നു. അതായത് കത്തി വെച്ച് കുത്തും, എന്തെങ്കിലും ചെയ്യും എല്ലാ ദിവസവും 16 വർഷത്തേക്ക്. പിന്നെ ഡ്രഗ്സ്, ആൽക്കഹോൾ, പിന്നെ പുള്ളിക്കാരിക്ക് ബൈപോളാർ ഡിസോർഡർ കണ്ടുപിടിച്ചു. ആന്റി ഡിപ്രസൻസ്. ഡോക്ടർ തന്നെ പറഞ്ഞു യു ഹാവ് നോ ഹോപ്പ്, നീ ഒരിക്കലും ഒരു നോർമൽ ജീവിതം നയിക്കുകയില്ല. അപ്പൊ പുറത്തൊക്കെ അവർക്ക് എനിക്ക് തോന്നുന്നു ചെക്ക് ഇൻ ചെയ്യാം, തന്നെ മെന്റൽ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ തന്നെ അഡ്മിറ്റ് ആയി നമുക്ക് അവിടെ ജീവിക്കാം. ഡോക്ടർ പറഞ്ഞു നീ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം യു കനോട്ട് ലിവ്. എന്നിട്ട് 4 പ്രാവശ്യം പുള്ളി സൂയിസൈഡ് ചെയ്തു. 4 പ്രാവശ്യം പുള്ളി അത്ഭുതകരമായി പുള്ളിക്ക് സൂയിസൈഡ് എന്ന് വെച്ചാൽ പുള്ളി ജീവനോട്ട് വന്നു. സൂയിസൈഡ് ചെയ്യാൻ പറ്റിയില്ല. 4ാമത്തെ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ പുള്ളി ഓർത്തു അത് ശരി ആർക്കോ എന്നെ ജീവനോടെ വേണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ മരിക്കുന്നില്ല. പക്ഷെ പുള്ളിക്ക് ചുറ്റുമുള്ള ആരും എന്നുവെച്ചാൽ അതുപോലെ പുള്ളി 2 പ്രാവശ്യം ഒരാളെ കെട്ടി ഒരു കൊച്ചുണ്ടായി, പിന്നെ അടുത്തയാളെ കെട്ടി വേറൊരു കൊച്ചുണ്ടായി, പിന്നെ സെയിം സെക്സ് റിലേഷൻ. എന്ത് നമ്മൾ പാവം പറയുന്നു അത് പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലത്തെ അപ്പൊ ഞാൻ കേട്ടോണ്ടിരുന്നപ്പോ ഓർത്ത് ഇത് എന്തെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടോ, നമ്മൾ അങ്ങനെ വിചാരിക്കും. പക്ഷെ ഇപ്പം പുള്ളിയുടെ ലൈഫ് പുള്ളി 300 ദിവസമായി പുള്ളി ഒരു സെൽഫ് ഹാം സാധനം ചെയ്തിട്ടില്ല. പുള്ളി 16 വർഷം 8ാമത്തെ വയസ്സ് തൊട്ട് ചെയ്തുകൊണ്ടിരുന്ന സാധനം 300 ദിവസമായിട്ട് പുള്ളി ചെയ്തിട്ടില്ല. പുള്ളി വളരെ സമാധാനത്തോടെ പുള്ളി ഇപ്പൊ ജീവിക്കുന്നു. പുള്ളിക്ക് ഒരു ആന്റി ഡിപ്രസൻ ഒരു സിംഗിൾ മെഡിസിൻ പോലും പുള്ളി 6 മാസമായിട്ട് എടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഓർക്കും ഇതൊക്കെ എങ്ങനെ സംഭവം. അതായത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഈശോയ്ക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ എത്ര താഴോട്ട് പോയോ അത്രയും ഈശോ നമ്മളെ എടുത്ത് ഉയർത്തും. അപ്പൊ ഞാൻ ഇന്ന് വിചാരിക്കുകയാണ് എന്റെ ലൈഫിൽ ഞാൻ ഇവരെ പോലൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മൾക്ക് ഇത്ര അറിയണ്ടു. ഈശോ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ടേൺ ആണ്. അതായത് നമ്മൾ ഇതുവരെയും ഈശോയ്ക്ക് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, ഞാൻ തിരിഞ്ഞിട്ടില്ല, അതൊന്നും സാരമില്ല. ഇന്ന് ആരാധനയ്ക്ക് അച്ഛൻ നമുക്ക് ബ്ലെസ് ചെയ്യുമ്പോൾ അതിനുള്ള ശക്തി നമുക്ക് കിട്ടും, നമ്മൾ വിശ്വസിക്കണം. ഞാൻ ഈശോയുടെ അടുത്തോട്ട് പോകും, ഈശോയുടെ അടുത്തോട്ട് തിരിയും. അത്രയും നമ്മൾ ചെയ്താൽ മതി, തിരിഞ്ഞാൽ മതി. ബാക്കി ഈശോ പിടിച്ചങ്ങോട്ട് കയറ്റി ഉയർത്തും നമ്മളെ. നമ്മുടെ ജീവിതം തന്നെ ഈശോ മാറ്റിമറിക്കും. ആക്ച്വലി ആ പ്രോഗ്രാം നമ്മൾ കാണണം. ഭയങ്കര നമുക്ക് ഒത്തിരി ഹോപ്പ് കിട്ടും.